AK ബാലനെ തിരുത്തേണ്ടേ എന്നുള്ളതാണ് ചോദ്യം. ആന്റോ കാസ്ട്രോ, ഈ നവോത്ഥാന മൂല്യങ്ങൾ കൈവശം വരുന്ന ഒരു കേരളമായിട്ട് കേരളം മാറുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്താണ് ഈ ജമാഅത്തെ ഇസ്ലാമി ചർച്ച വരുന്നത്. എവിടെ നിന്നാണ് ഈ ജമാഅത്തെ ഇസ്ലാമി ചർച്ച വരുന്നത്? PD സതീശനോട് റിപ്പോർട്ടറായ റോഷിപാലും VS രഞ്ജിത്തും കൂടെ ചോദിക്കുന്ന ചോദ്യമാണ്, ജമാഅത്തെ ഇസ്ലാമി എൻ്റെ വോട്ട് സ്വീകരിക്കുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടിയായിട്ടാണ് അത് അവർ ജമാഅത്തെ ഇസ്ലാമി ഒരു വർഗീയ പാർട്ടി അല്ല എന്ന് VD സതീശൻ പറയുന്നിടത്താണ് ഈ പറയുന്ന ചർച്ച, ഈ ജമാഅത്തെ ഇസ്ലാമി കടന്നു വരുന്നത്. അതിന് ശേഷം ഇങ്ങോട്ട് എങ്ങനെയാണ് നടക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി ഒരു വർഗീയ പാർട്ടിയാണെന്നുള്ള നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണോ എന്നുള്ള ചോദ്യത്തിന് വർഗീയവാദിയാണെന്ന് കോൺഗ്രസ് പറയുകയും, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി വർഗീയ പാർട്ടിയാണോ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നിടത്താണ് ഈ പ്രശ്നം. അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പ്രശ്നം സത്യം പറഞ്ഞില്ല. അപ്പോൾ കോൺഗ്രസ് എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ UDF അല്ലെങ്കിൽ ലീഗും കോൺഗ്രസ് പറയേണ്ട കാര്യം എന്താണ്? ഈ ജമാഅത്തെ ഇസ്ലാമിൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, വർഗീയ പ്രസ്ഥാനങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, SDPIൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. ഇതൊക്കെയാണല്ലോ പ്രശ്നം. കാരണം പാലക്കാട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇലക്ഷൻ്റെ സമയത്ത് നമ്മൾ എല്ലാ പ്രാവശ്യം ചോദിക്കുന്നുണ്ട്, ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ പറയുന്ന SDPIൻ്റെ വോട്ട് UDF സ്വീകരിക്കുമോ, ജമാഅത്തെ ഇസ്ലാമിൻ്റെ വോട്ട് സ്വീകരിക്കുമോ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേരിട്ട് നമ്മൾ ചോദിച്ചു SDPIൻ്റെ വോട്ട് സ്വീകരിക്കുമോ? അദ്ദേഹം പിന്നെ എന്താണ് നമ്മുടെ ഓറഞ്ചും കഴിച്ച് അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്, അല്ലാതെ അതിന് മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ വർഗീയ പ്രസ്ഥാനങ്ങളുടെ വോട്ട് വേണ്ട എന്ന് കേരളത്തിലെ എല്ലാ മുന്നണിയും പറയണം. BJP പറയണ്ടേ, കോൺഗ്രസ് പറയണ്ടേ, CPM പറയണ്ടേ, ലീഗ് പറയണ്ടേ? അപ്പോൾ ഇത് പറയുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇനി അങ്ങോട്ട് എന്താണ്? ഞാൻ നേരത്തെ അതുകൊണ്ടാണ് പറയുന്നത്, കേരളം ജാതി തിരഞ്ഞു കിടക്കുകയാണ്. കേരളത്തിൻ്റെ ജാതി എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ വോട്ട് എത്രയുണ്ട്, അതെങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നു. ക്രിസ്ത്യാനികളുടെ വോട്ട് എത്രയുണ്ട്, അതെങ്ങനെ കൈകാര്യം ചെയ്ത് നോക്കുന്നു. ഈഴവരുടെ വോട്ട് എങ്ങനെയുണ്ട്, അത് കൈകാര്യം ചെയ്ത് നോക്കുന്നു. നായന്മാരുടെ വോട്ട് എത്രയുണ്ട്, അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി നോക്കുന്നു. അങ്ങനെ ജാതി തിരിഞ്ഞ് കേരളത്തിലെ പൊതുരാഷ്ട്രീയം നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏക പ്രശ്നം എന്താണെന്നറിയോ? അതിൻ്റെ ഏക പ്രശ്നം എന്ന് പറയുന്നത്, ഒരു വിഭാഗം പറയുന്നു ഇന്ന പ്രസ്ഥാനങ്ങളൊക്കെയാണ് വർഗീയ പ്രസ്ഥാനങ്ങൾ, ഇന്ന പ്രസ്ഥാനങ്ങളാണ് വർഗീയ പ്രസ്ഥാനങ്ങളല്ല. ചിലവർക്ക് അതിനകത്ത് അഭിപ്രായമില്ല. അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, ആ മുസ്ലിം വിഭാഗത്തിൻ്റെ മുസ്ലിം ലീഗ് പോലും പറയുന്നുണ്ടെന്ന് എടുത്തു പറയേണ്ട കാര്യം എന്താണ്? ജമാഅത്തെ ഇസ്ലാമിൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, ഒരു വർഗീയ പ്രസ്ഥാനമായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. SDPIൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, SDPIനെ ഞങ്ങൾ ഒരു വർഗീയ പ്രസ്ഥാനമായിട്ടാണ് കാണുന്നത്. ഇത് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിൻ്റെ വോട്ട് മേടിച്ച് അധികാരത്തിൽ വരാത്ത, ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ഒരു ബന്ധമില്ലാത്ത പാർട്ടിക്ക് ആഭ്യന്തരമന്ത്രിയും വരാൻ പോകുന്നില്ല, പിന്നെ മുഖ്യമന്ത്രിയും വരാൻ പോകുന്നില്ല, മന്ത്രിയും വരാൻ പോകുന്നില്ല, MLA വരാൻ പോകുന്നില്ല. അങ്ങനെയല്ല പറയേണ്ടത്. പക്ഷേ അത് പറയുന്നുണ്ടോ എന്നുള്ളതാണ്. പക്ഷെ എന്താണ്, AK ബാലനെ സംബന്ധിച്ചിടത്തോളം ഇതേ പ്രശ്നമാണ് AK ബാലനെ സംബന്ധിച്ചിടത്തോളം. AK ബാലൻ എന്താണ്, ജമാഅത്തെ ഇസ്ലാമിനെ പറഞ്ഞിട്ട് വർഗീയ പ്രസ്ഥാനങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ വർഗീയവാദി പിന്നെ ആഭ്യന്തരമന്ത്രിയാവുന്നു. കേരളത്തിലെ എങ്ങനെയെങ്കിലും ഒരു പിന്നെ വർഗീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയാവുമോ? അങ്ങനെ ആവില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അങ്ങനെ ആവാൻ പാടില്ല, അങ്ങനെ ആവാനും പോകുന്നില്ല. പിന്നെ എന്താണ് പ്രശ്നം? ഈ മുസ്ലിങ്ങളിലേക്ക് ഇത് എത്താനുള്ള കാരണം എന്താണ്? മുസ്ലിങ്ങൾക്ക് ഇത് എത്താനുള്ള കാരണം മുസ്ലിം ലീഗ്, ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിനെ കോൺഗ്രസും മുസ്ലിം ലീഗും തള്ളാത്തതുകൊണ്ട് മാത്രമാണ്. ഇവരെ തള്ളിയാൽ തീർന്നു. SDPIനെയും ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിനെയും മുസ്ലിം ലീഗും കോൺഗ്രസും തള്ളുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. അത് തള്ളാത്തോടത്തോളം കാലം കോൺഗ്രസിനെതിരെ പറയാനും ഈ പറയുന്ന മുസ്ലിം ലീഗിനെതിരെ പറയാനും ഈ പറയുന്ന CPMനും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനും BJPക്കുള്ള ആയുധം അതാണ്. അത് അവരുടെ ഭാഗത്ത് അവർ രാഷ്ട്രീയ വിമർശനമായിട്ടാണ് ഉന്നയിക്കുന്നത്. അത് രാഷ്ട്രീയ വിമർശനം അല്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറയുന്ന ഒരു കാര്യമുണ്ട്. പിണറായി വിജയൻ ഈ പറഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് 5 പത്രസമ്മേളനം നടത്തി. ഈ 5 പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഊന്നി പറഞ്ഞ എന്താണ്? കേരളത്തിലെ മുസ്ലിങ്ങൾക്കെതിരല്ല, കേരളത്തിൽ ഒരു മുസ്ലിങ്ങൾക്കെതിരെ അദ്ദേഹം പറഞ്ഞില്ല. പക്ഷേ എന്താണ്, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പാർട്ടി, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാം എന്ന പ്രസ്ഥാനം, വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി, ഇത് രണ്ടും എന്താണ്? വർഗീയ പാർട്ടികളാണ്. ഈ വർഗീയ പ്രസ്ഥാനങ്ങളെ വോട്ട് വേണ്ട എന്ന് ഈ പറഞ്ഞ UDF പറയുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ഈ 5 പത്രസമ്മേളനങ്ങൾ നടത്തിയത്. അതിന് മറുപടിയില്ല, അത് പറഞ്ഞിട്ടില്ല. അത് പറയാത്തോടത്തോളം കാലം ഇതിന് മറുപടി ചോദിക്കാനുള്ള അധികാരം കോൺഗ്രസിന് ഇല്ല എന്നുള്ളതാണ്. എന്താണ്, ഞങ്ങൾക്ക് വർഗീയ പാർട്ടികളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ സ്വീകരിക്കാൻ, എന്നിട്ട് ഞങ്ങൾ ഇതുമായിട്ട് കൂട്ടിക്കെട്ടുന്നത് ശരിയല്ല എന്നല്ല പറയേണ്ടത്. പക്ഷെ അത് പറയുന്നില്ലല്ലോ. അത് പറയാത്തതാണ് ഏറ്റവും വേണം എന്നല്ലേ പറഞ്ഞത്. ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് സ്വീകരിക്കും എന്നല്ലേ പറഞ്ഞു. അപ്പം പിന്നെ എന്താ സാറേ, അപ്പം പിന്നെ എന്താ പറയാൻ പറ്റുക? അപ്പം പിന്നെ എന്താ, അപ്പം അവരെ കടകക്ഷിക്കോ അല്ലെങ്കിൽ അവരോട് വോട്ട് മേടിക്കുന്ന ആൾക്ക് ആഭ്യന്തരമന്ത്രി ആവാൻ പറ്റില്ലേ? അല്ല, അങ്ങനെ പറ്റില്ലേ? അങ്ങനെ പറ്റൂലേ? വോട്ട് മേടിച്ചാലോ? അല്ല, വോട്ട് മേടിക്കാന്ന് പറഞ്ഞാൽ വർഗീയ പ്രസ്ഥാനത്തെ കൂടി കൊടുക്കുന്നുണ്ടോ? അതാണ് ഞാൻ പറയുന്നത്. സഖ്യകക്ഷിയല്ല സാറേ, ആഭ്യന്തരമന്ത്രി ആവണമെങ്കിലേ അപ്പൊ അത് പറഞ്ഞാൽ മതി. ഈ പിന്നെ വെൽഫെയർ പാർട്ടി വർഗീയ പാർട്ടി അല്ല എന്നുള്ള തീരുമാനിച്ചോ?
കോൺഗ്രസ് സംബന്ധിച്ചുള്ള വെൽഫെയർ പാർട്ടിയുടെ വോട്ട് അവർ വാങ്ങിക്കും. അല്ല, അവര് വർഗീയ പാർട്ടി അത് അല്ല വർഗീയ എന്ന പാർട്ടിയാണോ നിലപാടാണ് അല്ലയോ എന്ന് ചോദ്യം. ചോദിക്കും. വർഗീയ പാർട്ടി ആണെങ്കിൽ അവർ വാങ്ങിക്കോ? ഇല്ലല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം അല്ല, അത് open ആയി അത് ഓപ്പൺ അതവരുടെ ലൈനാ. ക്ലാരിറ്റിയോടുകൂടി പറയേണ്ട എന്താണ്, കേരളത്തിലെ ഇവിടുത്തെ ജമാഅത്ത്, ഒരു മിനിറ്റ്, കേരളത്തിലെ ജമാഅത്ത് ഇവിടുത്തെ ഇസ്ലാമി പ്രശ്നം വർഗീയ പാർട്ടിയല്ല. ഇവിടെ ജമാഅത്ത് ഇസ്ലാമി വരികയും കലാപം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം. അതിനെ- അവിടെയാണ് വിഷയം. അതല്ല പ്രശ്നം. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടും RSSന്റെ വോട്ടും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പിണറായി വിജയനാണ്. ഓരോ ഘട്ടങ്ങളിൽ അവരുടെ എടുക്കുന്ന രാഷ്ട്രീയ നിലപാട് അല്ല, ആ രാഷ്ട്രീയ നിലപാട് ഇപ്പൊ കോൺഗ്രസ് എടുത്തോന്ന് പറഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ. അല്ല, ആ രാഷ്ട്രീയ നിലപാട്, ആ രാഷ്ട്രീയ നിലപാട് വിദേശം പറഞ്ഞല്ലോ കഴിഞ്ഞ കോൺഗ്രസിന് ജമാഅത്തെ ഇസ്ലാമി അതത് കാലത്ത് ഇന്ന പാർട്ടിയെ പിന്തുണയ്ക്കുന്നു എന്ന പ്രഖ്യാപനം നടത്താറുണ്ട്. ആ വോട്ട് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. RSSന്റെ വോട്ട് പോലും ഞങ്ങൾ ചില കാലങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ആ കാലത്തെ രാഷ്ട്രീയ ഒരു നിമിഷം, RSSന്റെ വോട്ട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പിണറായി വിജയൻ ഏത് കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞത്? പിണറായി വിജയൻ ഒരു ഇന്റർവ്യൂവിലാണ് പറഞ്ഞത്. ഏത് ഇന്റർവ്യൂ? RSSന്റെ വോട്ട് നേരെ ചൊവ്വയിൽ ജോണി ലൂക്കോസ് നൽകിയ ഇന്റർവ്യൂവിലാണ്. അത് അടിയന്തരാവസ്ഥ കാലത്തെ RSS പിന്തുണയെന്നാണോ പറഞ്ഞിരിക്കുന്നത്, അതോ വോട്ടെന്നാണോ പറഞ്ഞിരിക്കുന്നത്? RSSന്റെ ജനസംഘ് RSSന്റെ വോട്ട് വാങ്ങി എന്ന് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. RSSന്റെ വോട്ടും കിട്ടിയിട്ടുണ്ട്, അവരുടെ പിന്തുണയും കിട്ടിയിട്ടുണ്ട്. നോക്കൂ, അടിയന്തരാവസ്ഥ കാലത്ത് ജനസംഘാണ്. ആ അടിയന്തരാവസ്ഥ കാലത്തെ ജനസംഘ് അത് പിന്നീട് ജനതാ പാർട്ടിയായിട്ട് മാറുന്ന സമയത്ത് അന്ന് അടിയന്തരാവസ്ഥക്കെതിരെയുള്ള ഗ്രാൻഡ് കൊയിലേഷൻ ആയിരുന്നു. അതാണ് പിന്നീട് ഗോവിന്ദ മാഷങ്ങൾ പറഞ്ഞത്. RSSന്റെ പേര് പറഞ്ഞു. നോക്കൂ, അതാണ് RSS അടക്കമുള്ളവർ അന്ന് ജനതാ പാർട്ടി, അത് ജനസംഘ് അന്നില്ല, ജനസംഘ് മാറിയാണ് ജനതാ പാർട്ടി ആവുന്നത്. ആ ജനതാ പാർട്ടിയുടെ സമയത്ത് RSSൽ പ്രവർത്തിച്ചിരുന്നവർ അന്ന് ജനതാ പാർട്ടിയിലുണ്ട്. അതിന്റെ അർത്ഥം RSSന്റെ വോട്ട് വാങ്ങിയെന്നല്ല. അല്ലെ, ഇതാണ് ഞാൻ പറയുന്നത്. അല്ലേ അങ്ങനെ ഇന്ദിരാഗാന്ധിക്ക് ഇന്ത്യയിലുള്ള മുഴുവൻ പാർട്ടികളും ഒറ്റക്കെട്ടായി നിന്നപ്പോ RSS ഉണ്ട്, ജനസംഘം ഉണ്ട്. അപ്പൊ അതിനെ 1957 ഡൽഹി കോർപ്പറേഷനിൽ ഇതുപോലെ തന്നെ RSSന്റെ വോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ ഓരോ കാലത്ത് സഖ്യം. അങ്ങനെ ഒരു കാലത്തല്ല സാറേ, അതാണ് 1967 ശേഷം 67 മുൻപ് നിങ്ങൾ കാണേണ്ടത് അങ്ങനെയാണ്. അങ്ങനെയല്ല കാണേണ്ടത്. ജനസംഘ് ഉണ്ടായിരുന്ന കാലത്തും ഇന്ദിരാഗാന്ധിക്കെതിരെ ഈ പറയുന്ന അടിയന്തരാവസ്ഥക്കെതിരെ ഇന്ത്യയിലുള്ള പാർട്ടികളെല്ലാം ഒറ്റക്കെട്ടായി നിന്നിട്ട് ഈ പറഞ്ഞ കോൺഗ്രസിനെതിരെ സമരം അനുകൂലിക്കുന്ന ആളാ. അത് വാങ്ങിക്കണം എന്ന് പറയുന്ന ആളാ. അതാണ് അന്നത്തെ കോൺടെസ്റ്റ് ഇന്നത്തെ കോൺടെസ്റ്റ് എങ്ങനെയാ കമ്പയർ കോൺടെസ്റ്റ് നിങ്ങൾക്ക് അനുസരിച്ചാണ്. ഇപ്പൊ നോക്കട്ടെ, ഇന്ന് VD സതീശൻ പറഞ്ഞൊരു കാര്യം, അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവരുടെ പിന്തുണ വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പത്രം സാറേ അത് പ്രശ്നമില്ലാന്നേ, ജമാഅത്ത് ഇസ്ലാമിയുടെ അത് വെളിവായിട്ടൊക്കെ പറഞ്ഞാൽ മതി. ഈ വർഗീയ പാർട്ടികളെ വോട്ട് മേടിക്കുന്നതിൽ പ്രശ്നമില്ലാന്ന് പറഞ്ഞാൽ മതി. അവസാനിച്ചില്ലേ? ഞാൻ അത് പറഞ്ഞു എന്നാണ് ഞാൻ പറയുന്നത്. അവരുടെ വോട്ട് ഞങ്ങൾ വാങ്ങിച്ചു. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ആഭ്യന്തരമന്ത്രി ആവാൻ പറ്റില്ല. അങ്ങനെ അവിടെയാണ് പ്രശ്നം. വോട്ട് വാങ്ങിച്ചാൽ അവരുടെ വോട്ട് വാങ്ങിച്ചാൽ നിങ്ങൾ ഘടകകക്ഷി ഒഴിവാക്കാതെ എങ്ങനെയാണ്? ഘടകകക്ഷി ഒഴിവാക്കാതെ ശരി സാറേ, അതാണ് എല്ലാ കാലത്തും അംഗീകരിച്ചാൽ തന്നെ ഇതെങ്ങനെയാണ് ആഭ്യന്തര എല്ലാ കാലങ്ങളിലും വർഗീയ പാർട്ടികൾ അവരുടെ അവസരങ്ങൾ നോക്കിയിരിക്കുകയാണ് ചെയ്യുക. ഇപ്പൊ സ്മൃതി മേഡം നേരത്തെ പറഞ്ഞല്ലോ, ഇതെവിടെ മതരാഷ്ട്രവാദം ഇന്ത്യയിൽ നടപ്പിലാവുമോ എന്നുള്ളത്. മതരാഷ്ട്രവാദം എന്നെങ്കിലും ഇന്ത്യയിൽ നടപ്പിലാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവർ ജീവിക്കുന്നത്. അങ്ങനെയാണ്. അല്ല, ഞാൻ സ്മൃതിയോട് പറഞ്ഞു ഇന്ത്യയിൽ നടപ്പിലാകുമെന്ന് ചോദിച്ചില്ലേ? ഞാൻ പറയുന്നത് അത് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ടാണ്. അതാണ്. അപ്പൊ പിന്നെ എന്താണ് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന പാർട്ടി അങ്ങനെ ഉന്നയിക്കാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല നമ്മുടെ രാജ്യത്തുള്ളത്. അങ്ങനെ പറയാൻ ധൈര്യപ്പെടാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാദമില്ല എന്നവർ കൃത്യമായി പറയുന്നുണ്ടെന്ന്. അങ്ങനെയല്ല. ഒരു മതരാഷ്ട്രവാദം പറയുന്ന ഒരു പാർട്ടി ഈ മതരാഷ്ട്രവാദം നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് അവരെ ഐഡിയോളജി ഒഴിവാക്കുന്നില്ലല്ലോ. അതേ ഐഡിയോളജി വെച്ചിട്ട് മുന്നോട്ട് പോവല്ലേ. അതെന്തിനാണ് അങ്ങനെ പോകുന്നത്? ഏതെങ്കിലും കാലത്ത് അവർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാൻ. അതാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് അവസരം കിട്ടുന്ന സമയങ്ങളിൽ ജമാഅത്ത് ഇസ്ലാമി എന്താണെന്നുള്ള കാര്യമാണ് പുറത്തേക്ക് വരേണ്ടത്. അതോടുകൂടി ഇത് അവസാനിക്കും. മതരാഷ്ട്രവാദം പറയുന്ന ഒരു മതരാഷ്ട്രവാദം പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ വോട്ട് മേടിച്ചിട്ട് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് മടിയില്ല.
വോട്ട് സ്വീകരിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കേൾക്കാനുള്ള ബാധ്യതയുണ്ട്. നിങ്ങൾക്ക് RSSന്റെ മതരാഷ്ട്രവാദത്തെക്കുറിച്ച് പറയാനേ ഇല്ലല്ലോ. RSSന്റെ മതരാഷ്ട്രവാദത്തെക്കുറിച്ച് പറയാനേ ഇല്ലല്ലോ. അത് അവർ RSSന്റെ വോട്ട് മേടിച്ച് ഇവിടെ CPM അധികാരത്തിൽ വരുന്നുണ്ടോ? ഹിന്ദു രാഷ്ട്രം, ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ് എന്ന് പറയുന്നതിനെ എത്ര തവണ നിങ്ങൾ ഖണ്ഡിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ എപ്പോഴാണ് വിമർശനം കേട്ടില്ലേ? വല്ലപ്പോഴും പറയുന്നല്ലാണ്ട് ഇപ്പൊ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതിനാ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ആരാണ് പറയാത്തത്? കേരളത്തിൽ RSSനെതിരെ എത്ര ദൈർഘ്യത്തിൽ കേൾക്കുന്നുണ്ട് നിങ്ങൾ? ഈ ആവർത്തിച്ച് CPM ൽ കേട്ടുകൊണ്ടിരിക്കുന്ന RSSനെതിരെ വാദങ്ങളാണോ? കേരളത്തിൽ RSSനെതിരെ ഏറ്റവും കൂടുതൽ സമരം സംഘടിപ്പിച്ചതാരാ? നിങ്ങൾ പഴയ ചരിത്രമൊന്നും പഴയ തലമൊന്നും പറയണ്ട. ഞാൻ കുറച്ച് കാലമായിട്ടുള്ള CPM-ന്റെ നിലപാടിനെയാണ് പറഞ്ഞത്. അങ്ങയുടെ അഭിപ്രായം പറഞ്ഞോളൂ. എനിക്കിവിടെ കേരളം കാണുന്നുണ്ട്. മതരാഷ്ട്രവാദം പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ വോട്ട് മേടിച്ച് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ ഈ മുഖ്യമന്ത്രിയാണ് വെക്കുക, ആ ആഭ്യന്തരമന്ത്രിനെ വെക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. പിണറായി വിജയന്റെ വാചകമാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ആ മറുപടി പറയേണ്ടത് VD സതീശനായിരുന്നു. ഇന്ന് അദ്ദേഹം അതല്ല പറഞ്ഞത്. അദ്ദേഹം അതാണ് പറഞ്ഞത്. നിങ്ങൾ വോട്ട് വാങ്ങി വെച്ചപ്പോ അപ്പൊ അന്ന് ജമാഅത്തെ ഇസ്ലാമിയാണോ ആഭ്യന്തര വകുപ്പ് ഭരിച്ചിരുന്നത്? നിങ്ങൾക്ക് പിന്തുണ കിട്ടുമ്പോൾ നിലപാട് വിശദീകരിക്കാൻ ഇതുവരെ CPM-ന് സാധിച്ചിട്ടില്ല. 92-ൽ നരസിംഹറാവു സർക്കാർ ഈ ജമാഅത്തെ ഇസ്ലാമി നിരോധിക്കുന്ന എന്തുകൊണ്ടാണ്? ബാബരി മസ്ജിദ് തകർത്തതിന്റെ പശ്ചാത്തലത്തിൽ അതിൽ നിന്ന് പിന്നീട് എപ്പോഴെങ്കിലും ഒരു പശ്ചാത്താപമോ മാറുകയോ ചെയ്തിട്ടുണ്ടോ? ഹുക്കുമത്തെ ഇലാഹി എന്നവരുടെ ആശയത്തിൽ നിന്ന് അവർ മാറിയിട്ടുണ്ടോ? അല്ല, അവരുടെ എനിക്ക് മനസ്സിലായി. 1992 മാർച്ചിലെ പ്രബോധനത്തിൽ സയ്യിദ് ഹമീദ് ഹുസൈൻ എഴുതുന്ന ഒരു ലേഖനമുണ്ട്. അതിലൊരു ഭാഗം ഇങ്ങനെയാണ്: ഹുക്കുമത്തെ ഇലാഹിക്ക് പകരം ഇഖമിത്ത ദീൻ എന്ന് രണ്ടും ഒരേ അർത്ഥത്തെയും ആശയത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ആ അർത്ഥത്തിൽ നിന്ന് മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ഞാൻ പറയാം. അത് മുഹമ്മദ് കാരക്കുന്ന്, ജമാഅത്തെ ഇസ്ലാമി ശൂറ അംഗം. അതായത് ഈ മതരാഷ്ട്രവാദം നിങ്ങൾ അവസാനിപ്പിച്ചു എന്ന ചോദ്യത്തിന് ആരാധനാകർമ്മങ്ങൾ ശരിയാവണമെങ്കിൽ ഇസ്ലാമിക രാജ്യം വരണം എന്ന് ആശയപ്പെടുന്നയാളാണ് മുഹമ്മദ് കാരക്കുന്ന്, ജമാഅത്തെ ഇസ്ലാമി ശൂറ അംഗം. നമ്മളോട് തന്നെ പറഞ്ഞതാണ്. അപ്പം മതരാഷ്ട്രവാദം കളഞ്ഞു ഇല്ലയോ എന്ന ചോദ്യത്തിന് ശൂറ അംഗത്തിൽ അല്ല, ഞാൻ അങ്ങോട്ട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു. മതരാഷ്ട്രവാദം കളഞ്ഞു എന്നൊരു നിലപാട് അങ്ങേക്കില്ലല്ലോ. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു മതേതര പാർട്ടിക്ക് ഒരു മതരാഷ്ട്രവാദം പറയുന്ന ഒരു പാർട്ടിയുടെ വോട്ട് മേടിക്കാം എന്ന് പറഞ്ഞാൽ അതിൽ പരം മോശമായ കാര്യം പറയണ്ടോ? അത്ര മാത്രമേ ഉള്ളൂ. ഒരു ഇടവേള അവർ ഈ ജനാധിപത്യ സംവിധാനത്തിൽ അവർ നിരോധിക്കപ്പെടാത്ത കാലത്തോളം അവർക്ക് വോട്ട് ചെയ്യാം. ഇപ്പോൾ വർഗീയ പാർട്ടിയല്ല, ഞാൻ നമുക്കൊരു Meet the editors.